കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ വളർച്ചയുടെ പാതയിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടേണ്ടത് ശക്തമായി ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളം മുന്നോട്ടു പോകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള ഇക്കണോമിക് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കേരള ഇക്കണോമിക് കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനസംഖ്യാ നിയന്ത്രണത്തിൽ സംസ്ഥാനത്തിന് വലിയ നേട്ടങ്ങളാണ് ഉണ്ടായത്. കോവിഡാനന്തര കാലത്ത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ വളർച്ചയുടെ പാതയിലെത്തി. പശ്ചാത്തല മേഖലകളുടെ വികസനം കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരമാണ്. എന്നാൽ ഈ മേഖലയിലെ പുരോഗതി വിലയിരുത്തുന്നതിനും കൂടുതൽ പഠനങ്ങൾ നടത്തുന്നതിനുമുള്ള സാധ്യതകൾ തേടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടേണ്ടത് ശക്തമായി ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളം മുന്നോട്ടു പോകുന്നതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സാമൂഹ്യനീതി ഉറപ്പാക്കിക്കൊണ്ട് പശ്ചാത്തല സൗകര്യ വികസനവും പരിസ്ഥിതി സംരക്ഷണവും ഉറപ്പാക്കുന്ന ഒരു വികസന കാഴ്ചപ്പാടാണ് സർക്കാരിനുള്ളത്. ഇത് മുൻനിർത്തിക്കൊണ്ട് നാം മുന്നോട്ട് നീങ്ങുകയാണ്. പരിമിതമായ വിഭവ സമാഹരണ അധികാരങ്ങളുള്ള സംസ്ഥാനത്തിന് മുന്നോട്ടുള്ള നീക്കത്തിൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഇത് മറികടക്കുന്നതിനായി പുതിയ ആശയങ്ങൾ രൂപീകരിച്ചു കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടേണ്ടത് ശക്തമായി ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് കേരളം മുന്നോട്ട് നീങ്ങുന്നത്. ചടങ്ങിൽ തീർത്ഥങ്കർ റോയ്, KV രാമൻ എന്നിവർ ചേർന്ന് രചിച്ച കേരളം 1956 മുതൽ ഇതുവരെ എന്ന പുസ്തകം മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു. KEA പ്രസിഡന്റ് പ്രൊഫസർ KN ഹരിലാൽ, പ്രൊഫസർ MA ഉമ്മൻ തുടങ്ങിയവരും പങ്കെടുത്തു. 3 ദിവസം നീണ്ടുനിൽക്കുന്ന കേരള എക്കണോമിക് കോൺഫറൻസിൽ പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞർ, ഗവേഷകർ, വ്യവസായ പ്രമുഖർ തുടങ്ങിയവരും പങ്കെടുക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.